നമസ്കാരം. ഇടതുമുന്നണി കൺവീനർ ഇ.പി. ജയരാജന്റെ ബി.ജെ.പി. പ്രവേശന വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി കേരളത്തിന്റെ ചുമതലയുള്ള ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവ്ദേക്കർ. ഇ.പി. ജയരാജനുമായി മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള എല്ലാ കോൺഗ്രസ് എംപിമാരുമായും ചർച്ച നടത്തിയിരുന്നതായി ജാവ്ദേക്കർ വെളിപ്പെടുത്തി. കേരളത്തിൽ സിപിഎമ്മിന് ഒരു എംപി മാത്രമേയുള്ളൂ. ബാക്കിയുള്ളവരുമായും ചർച്ച നടത്തിയിരുന്നതായി ജാവ്ദേക്കർ തുറന്നടിച്ചു. കോൺഗ്രസ് മാത്രമല്ല, സിപിഎം, സിപിഐ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇ.പി. ജയരാജനുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിലില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസുകാർ ബി.ജെ.പിയിലേക്ക് പോകുന്നുവെന്ന് ആക്ഷേപിക്കുകയും സിപിഎമ്മിന് നിലപാടുള്ളവെന്ന് ഇടതുപക്ഷം പ്രചരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇ.പി. ജയരാജൻ ബി.ജെ.പി. നേതാക്കളുമായി രാഷ്ട്രീയ ചർച്ച നടത്തിയെന്ന വാർത്ത പുറത്തുവന്നത്. ഇ.പി. ജയരാജന് പൊതുവെ ജാഗ്രതക്കുറവുള്ള ആളാണെന്നും ബി.ജെ.പി. നേതാക്കളെ കാണുന്നത് തെറ്റില്ലെന്നും ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദനും ബി.ജെ.പിയുമായുള്ള ചർച്ചയെ കാര്യമായി കാണേണ്ടെന്ന നിലപാടാണ് എടുത്തത്. എന്നാൽ എൽ.ഡി.എഫിന്റെ കൺവീനറായിരിക്കെയാണ് എതിർപക്ഷ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തിയതെന്നത് പാർട്ടിക്കുള്ളിലും മുന്നണിയിലും വിഷയമായി കഴിഞ്ഞു. ശ്വാസോച്ഛ്വാസത്തിൽ പോലും എൽ.ഡി.എഫിന് ബി.ജെ.പി. വിരോധം ആണെന്ന് സിപിഎം നേതാവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് പ്രസ്താവിച്ചത് ജയരാജനെ തള്ളിപ്പറയാനുള്ള സിപിഎം നേതൃത്വത്തിന്റെ തുടക്കമായാണ് കരുതപ്പെടുന്നത്. പാർട്ടി സെക്രട്ടറി നടത്തിയ കേരള യാത്രയിൽ നിന്ന് വിട്ടുനിന്നത്, ഭാര്യയ്ക്കും മകനും വൈദേഹം ഹോസ്പിറ്റാലിറ്റി ബിസിനസിൽ പങ്കാളിത്തമുള്ളത്, സാന്റിയാഗോ മാർട്ടിന്റെ പക്കൽ നിന്ന് ദേശാഭിമാനിക്ക് ഫണ്ട് വാങ്ങിയത് തുടങ്ങിയ വിഷയങ്ങളും ബി.ജെ.പി. ചർച്ചയും ജയരാജന്റെ പാർട്ടിയിലെ എതിരാളികൾ പാർട്ടി വേദിയിൽ ഉയർത്തിക്കഴിഞ്ഞു. എന്നാൽ പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള ഇടപാടുകൾ വിഷയമാക്കി പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ പാർട്ടി അണിയറയിൽ തുടങ്ങിയതായാണ് വിവരങ്ങൾ. അതിനെ തുടർന്നാണ് ഇ.പി. ജയരാജൻ ചെയ്ത് അപരാധമല്ല, ജയരാജൻ പാർട്ടി വിട്ടുപോകില്ല തുടങ്ങിയ വിശദീകരണങ്ങൾ പിണറായി നടത്തിയത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ സർക്കാർ തലപ്പത്തും പാർട്ടിയിലും മുന്നണി നേതൃത്വത്തിലും അഴിച്ചുപണികൾ ഉണ്ടാകുമെന്നാണ് സൂചനകൾ.